ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇന്നൊരു വീക്കെൻഡ് വ്ലോഗാണ് കേട്ടോ. ഇവിടെ സൺഡേ ആണ്. അപ്പൊ സൺഡേ ആയിട്ട് നമ്മള് ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങി ഒന്ന് ഉല്ലസിക്കാന്ന് വിചാരിച്ചു. ഇന്നൊരു നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേസ് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം എന്റെ ഫേസ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നല്ല രീതിക്ക് ഇങ്ങനെ ഒരു റിഫ്ലക്ഷൻ ഒക്കെ വരുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, വെയിലിന്റെയാണ്. ഞാനിട്ട മേക്കപ്പിന്റെ ഒന്നും അല്ല, നല്ല പൊരിഞ്ഞ വെയിലാണ്. ഒരു 2 മിനിറ്റ് കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഉരുകി ഇറങ്ങും, അത്രയ്ക്കും വെയിലുണ്ട് ഇവിടെ. ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോഴത്തേനും നമ്മളിപ്പം എന്താ പറയാ, ഇത്രയും വെയിലത്ത് മഴ പെയ്യാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ലൈക്ക് ഇത്രയും വെയിലെന്ന് പറയുമ്പോൾ ഞാൻ തണലത്താണ് മാറി നിൽക്കുന്നത്. ബട്ട് റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട വെയിലാണ്. കട്ട വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചത് എത്ര വെയിലാണെന്ന് കണ്ടോ. ഇത്രയും വെയിലത്ത് മഴ പെയ്യാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തലക്കിട്ട് ആരെങ്കിലും അടിക്കും മിക്കവാറും. കാരണം അതെ, ഇപ്പം വിത്തിൻ മിനിറ്റ്സിൽ ഇവിടെ മഴ പെയ്യും. അപ്പൊ അതൊന്ന് കൊള്ളാൻ വേണ്ടി വന്നതാണ്. കുറെ നാളായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഒന്ന് മഴ നനയുന്നു. ദുബായിൽ ഞാൻ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ മഴ കണ്ടിട്ടില്ല. ഇത്രയും വർഷം, 7 വർഷത്തോളം ഞാൻ ഇവിടെ UAE വന്നിട്ട്. ഞാൻ ഇവിടെ നാട്ടിൽ കെട്ടിടിക്കുന്ന ദിവസം ഇവിടെ മഴ പെയ്യുന്നുണ്ടാവും. അപ്പൊ ഞാനിന്ന് വാശി പിടിച്ച് എനിക്ക് മഴ കൊള്ളണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷെ നമ്മള് എന്താ പറയാ, ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. കുറച്ചേ പെയ്യുള്ളൂ, എന്നാലും സാരമില്ല, ഇച്ചിരി നനഞ്ഞാലൊന്നും കുഴപ്പമില്ലല്ലോ, മഴയല്ലേ. മഴയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്. ആൻഡ് ബൈ ദ വേ, ഈ ഡ്രസ്സ് എന്ന് പറയുമ്പം നമ്മളൊരു ട്രിപ്പിന് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് പർച്ചേസ് ചെയ്ത ഡ്രസ്സാണ്. അപ്പൊ ആ ട്രിപ്പ് ക്യാൻസൽ ആയതുകൊണ്ട് ആ ഡ്രസ്സ് വെറുതെ ഇരുന്ന് പുഴുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഉള്ളത് ഷാർജയിലുള്ള സവായ വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെയാണ് ഇങ്ങനെ അരമണിക്കൂർ കൂടുമ്പോഴത്തേനും മഴ പെയ്യുന്നത്. അപ്പൊ ഇത് ഓൾറെഡി നമ്മൾ എത്തിയ പാടെ തന്നെ ഒരു സ്റ്റെപ്പ് മഴ ഇവിടെ പെയ്ത് കഴിഞ്ഞ്. അപ്പം ഈ വെയിൽ കാരണം നമുക്ക് വണ്ടിയിൽ ഇറങ്ങാൻ പോലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അടുത്ത മഴയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. മഴ പെയ്യുമ്പോൾ ഓടിപ്പോയിട്ട് നനയണം. അപ്പൊ ഞാൻ കാണിച്ചു തരാട്ടെ ഇത്രയും വെയിലത്ത് എങ്ങനെയാ മഴ നനയാൻ പോണെന്നുള്ളത്. ആൻഡ് എന്റെ കൂടെ വേറൊരു ലൈക്ക് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ടിക്ടോക്ക് ഞാൻ പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അപ്പം എന്നോട് ഒരു സെലിബ്രിറ്റി എന്റെ ഗ്ലൈസോ എല്ലാം കയ്യിന്ന് പോക്കാണ്. ഇതാണ് സെലിബ്രിറ്റി. സോ ഡ്രസ്സ് കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ രണ്ടാളും ട്രിപ്പിന് വേണ്ടിയിട്ട് ഒരേപോലെ ട്വിന്നിങ്ങിന് എടുത്തതാണ്. പക്ഷെ ട്വിന്നിങ്ങും ഇല്ല, ഒരു പിന്നിങ്ങും ഇല്ല. ദുബായിൽ തന്നെ ഇടേണ്ടി വന്നു. ഞാൻ പറഞ്ഞില്ല ഈ ബാക്ക്ഗ്രൗണ്ട് നല്ല രസമുണ്ട് എന്നുള്ളത്. എങ്ങനെ ഫീൽ ചെയ്യുന്ന കറക്റ്റില്ല ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് സംഭവമൊക്കെ. മഴ നനയുന്നതോടൊപ്പം ഞാൻ ഈ സ്ഥലം കാണിക്കാമെന്ന് വിചാരിച്ചു. അതുവരയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങി നിൽക്കണം. കുറച്ച് ഇൻസ്റ്റഗ്രാം, ടിക്ടോക്കിൽ കുത്തിത്തള്ളാൻ വേണ്ടി കുറച്ച് വീഡിയോസ് എടുക്കണം. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ കുറെ ഇങ്ങനെ സൂപ്പർ കാർസ് ഒക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഈ കാറൊക്കെ തട്ടി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. 4 ആൾ ചോദിക്കുമ്പോൾ പറയാലോ, പെൻസോ ലംബോർഗിനിയൊക്കെ ഇടിച്ചാണ് കിടപ്പിലായെന്നൊക്കെ. അതെ, ആര് ചോദിച്ചു കഴിഞ്ഞാലും പറയാലോ. ഇവർക്കൊക്കെ അഭിമാനമാണ് ഞാൻ അങ്ങനെ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാല്. അല്ലടാ, നാലാളടുത്ത് ജന്നക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് പറയുന്നതിനെക്കാളും ഏത് കാർ തട്ടി ആക്സിഡന്റ് ആയി. അതെ, ഏത് ലംബോർഗിനി തട്ടി എന്നായിരിക്കും നമ്മൾ പറയണ്ടാവുക. അതെ, അല്ലാതെ ജന്നക്കല്ല അവിടെ പ്രസക്തി. അതെ ശരി. അതാ കണ്ടില്ലടാ ബെൻസ്. മൈ ഗാഷ്, നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നെങ്കിൽ കാണിക്കായിരുന്നു. അതെ. നമുക്ക് മഴ പെയ്യുമ്പം ഞങ്ങൾ തിരികെ വരാം ഗൈസ്. സോ മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഇന്നും ഒരു 10 മിനിറ്റും കൂടെ ഉണ്ട്. അത്രയും നേരം വെയിലും ഉണ്ട്, വാടാൻ വയ്യാത്തതുകൊണ്ട് നമ്മളിവിടെ ടിം ഹോട്ടലിൽ കയറിയിരിക്കുകയാണ് ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ ഇടയായിട്ട് ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ, ഇതിനകത്ത് മീൻസ് ഇങ്ങനത്തെ ഏതെങ്കിലും കഫേയിലൊക്കെ കയറി കഴിഞ്ഞാൽ വാങ്ങിക്കുന്ന ഒരു സാധനം ഉണ്ട് കേട്ടോ. അധികം ആൾക്കാർക്ക് വലിയ പരിചയം ഉണ്ടാവത്തില്ല. ഈ പച്ച കളറിലുള്ള ഈ സാധനത്തിന്റെ പേരെന്താ പറയുക? ഇതിന്റെ പേരാണ് മാച്ച. ആൻഡ് ലാറ്റയാണ് ഞാൻ കൂടുതൽ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാറ്. പിന്നെ ഇവര് മാച്ചയാണ്, പ്ലസ് ഇതിനകത്ത് ബോബയൊക്കെ ഉണ്ട്. ആൻഡ് മാംഗോ ഫ്ലേവറാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷെ ഇത് മാച്ചാന്റെ കളർ നോർമലി വരുന്നത് പച്ച കളറാണ്. രണ്ട് ബോബയൊക്കെ അടി കിടന്ന് കലങ്ങുന്നുണ്ട്. ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ. ഈ ഒരു മിക്സും ഈ ഒരു കോമ്പിനേഷൻ വരുന്നത് ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത്. ലോട്ട് ഓഫ് ഐസ് ഗൈസ്. ഐസൊക്കെ ഞാൻ എന്തോ ചെയ്യും ഇവിടെ. വേറെ നീ എന്താ വാങ്ങിച്ചേടാ? മാച്ച. എന്നിട്ട് വൈറ്റിൽ പച്ച കളറിൽ ഇരിക്കുന്നത്. ഇവിടെ ഒരാള് വൈറ്റ് മാച്ച വാങ്ങിച്ചത് ഞാൻ കാണിച്ചു തരാട്ടോ. അതാണ് വൈറ്റ് ഐസ്ഡ് മാച്ച. എവിടെയാടാ വൈറ്റ്? എവിടെ? ആക്ച്വലി മാച്ച ഗ്രീൻ കളറാണ്. കൊള്ളാവോ? കട്ടൻ ചായയില് കട്ടൻ ചായയില് പോരട്ടെ. കട്ടൻ ചായയില് പിസ്താഷ്യൂ ഇട്ട് ഇളക്കിയാണ് അതുകൊണ്ട്. നോക്കിക്കേ, ഇവിടെ ഒരാള് എന്റെ ജ്യൂസിൽ കൈയിടുന്നു. കൈയിടരുത്. നോ,
ഇത്രയും വലിയ ഹോൾസ് ഉണ്ട് കേട്ടോ അതിനകത്ത്. അപ്പം അതിന് ഓള് കൈയിട്ട് നോക്കുവാണ്. കട്ടൻ ചായയില് പിസ്താഷ്യോ ഇട്ടാണ് കൊണ്ടുവന്ന്. ബ്ലഡി കൺട്രീസ്. ഇവരൊക്കെ കൺട്രി പീപ്പിൾസ് ആണ്. ഇവർക്ക് ഇതൊന്നും അറിയാൻ മേല. ഇവിടെ ടേസ്റ്റ് ഗൈസ്. ഇത് ഞാൻ ലവക്ക് കൊടുത്തിട്ട് ലവയുടെ ടേസ്റ്റിന്റെ എക്സ്പ്രഷൻ കാണിച്ചാണ് ഗൈസ്. എപ്പടി ബൈ സൂപ്പർല. ഇത് നീ കുടിച്ചാ പറയും കട്ടൻ ചായ ആയില്ലേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് കുടിച്ചപ്പോ എനിക്ക് ആ ഫീൽ ഉണ്ടായിരുന്നു. അല്ല ഈ സെയിം സാധനമല്ലോ, അത് വേറെ ആയിരുന്നു. ആക്ച്വലി അത് മാച്ച് തന്നെയായിരുന്നു. ബട്ട് ഇത് മൈ ഗാഡ്. അതെ. സോ 2 minutes ഇവിടെ മഴ പെയ്യും. 7 നിമിഷവും മഴ പെയ്യും. ഇടിയും മിന്നലൊക്കെ പെയ്തു. ഇടിയും മിന്നലൊക്കെ കേൾക്കുന്നില്ല ബാക്ക്ഗ്രൗണ്ടില്. വലിയ വലിയ തുള്ളി വീട്. ഈ സ്വിമ്മിംഗ് പൂള് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം മഴ പെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ഞാനൊരു മരത്തിന്റെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് സത്യം പറയാലോ, ആദ്യമായിട്ടാണ് ഞാനിവിടെ യുഎയിൽ വന്നിട്ട് എനിക്ക് മഴ കിട്ടുന്നത്. വാ കൊള്ള് കൊള്ളടാ കൊള്ള്. ഇവിടെ നിന്ന് ഇവിടെ കറക്റ്റ് മഴ. ഇങ്ങോട്ട് വാ. അയ്യോ എന്റെ മേക്കപ്പ്, എന്റെ ഐലൈനർ, എന്റെ ഐഷാഡോ. നാട്ടില് മഴ കൊള്ളുന്ന അതേ നല്ല ഉണ്ടല്ലേ, നല്ല മഴ ഉണ്ടല്ലേ. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച ബ്രിഡ്ജിൽ കയറിയിട്ട് നിക്കാന്നാണ്. പക്ഷെ ഇതിനേക്കാൾ ബെറ്റർ ഇവിടെയാണ്. ഇവിടെ സോ ഫൈനലി മഴ നിന്നു. ഏകദേശം 5-6 മിനിറ്റൊക്കെ മഴ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മഴ കൊള്ളണം എന്ന് പറഞ്ഞിട്ട് മഴ കൊള്ളുന്നതും നനയുന്നതും ഈ പരുവത്തിലാകുന്നതും. ഞാൻ ബ്രിഡ്ജിൽ കയറണ്ടെന്ന് വിചാരിച്ചതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതാരാന്നു. എങ്ങനെയുണ്ടടാ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ? യെസ്, ഞാൻ മഴയ്ക്ക് വേണ്ടി നിന്ന് കൊടുത്തു. ഫുള്ള് നനയാൻ. നീ തുടച്ചെടുക്കടാ. എടാ മഴ ആക്ച്വലി നിന്നില്ല. ഇനി ഇത് ഒറിജിനൽ മഴയാണോ? ഇത് ആക്ച്വലി ഒറിജിനൽ മഴയല്ല, ഇത് ആർട്ടിഫിഷ്യൽ ആണ്. ആർട്ടിഫിഷ്യൽ റെയിൻ ആണ്. അപ്പൊ ഇത് എവിടെന്നാ വരുന്നതെന്ന് അറിയോ? നമ്മൾ ഈ കാണുന്ന ചുറ്റുവട്ടാരല്ലേ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടേക്ക് എവിടെ നിന്ന് കഴിഞ്ഞാലും നല്ല രീതിക്ക് മഴ കൊള്ളും. ഇത് എവിടെന്നാ ഈ മഴ വരുന്നെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ഈ മെഗലിൽ ഇങ്ങനെ വയറ് കാണുന്നുണ്ടോ? ഒരു ബ്ലാക്ക് കളറില് വയറ് കാണുന്നുണ്ടോ? ഇത് ഫുള്ളും ഇവിടെ അങ്ങ് അറ്റം മുതൽ ഇങ്ങ് അറ്റം വരെ ഉണ്ട്. 2 ബ്രിഡ്ജാണുള്ളത്. സോ നമ്മള് ലൈക്ക് ഇതിന്റെ ഇൻ ബിറ്റ്വീനിലാണ് നിൽക്കുന്നത്. സോ ഇതൊരു ചെറിയ തുള്ളി നിന്നിട്ടില്ല കേട്ടോ. സോ ഇവിടെ നിന്നാണ് മഴ വരുന്നത്. ഇതിന്നാണ് ഈ മഴ വീണോണ്ടിരിക്കുന്നത്. എപ്പോഴും കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഈ മഴ ഇങ്ങനെ പൊടിഞ്ഞു വരുന്നത്. വരണം ഗൈസ്, വരണം. കമോൺ എവരിബഡി. നോക്കിക്ക് എന്തോരം നനഞ്ഞെന്ന്. അതെ, നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് പിടി. ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? അല്ലേ? എനിക്ക് ഇനി അടുത്ത മഴ പെയ്യുന്നത് 5:30 മണിക്കാണ്. ഇപ്പൊ 4:30 മണിക്കാണ് മഴ പെയ്തത്. ഇനി അടുത്ത മഴയെന്ന് പറയുന്നത് 5:30 മണിക്കാണ്. ആക്ച്വലി ഇപ്പോഴത്തെ ഒരു സുഖത്തിന് വേണ്ടി നിൽക്കണമെന്നൊക്കെ ഉണ്ട് 5:30 മണിക്ക്. പക്ഷെ ഇനി 1 മണിക്കൂർ നമ്മൾ ഈ കാത്തിക്കണം. ബിക്കോസ് ഈ മഴേൻ്റെ ഈ സൈഡിൽ നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഈ ഒരു ഏരിയ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ ആ ചൂടത്ത് നിൽക്കുന്ന ആ ഒരു കാര്യം ആലോചിക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളണ്ട എന്നുണ്ട്. കാരണം 5 മിനിറ്റ് ഉള്ളൂ. ഇപ്പോൾ കുറച്ച് ചൂട് വെള്ളമാണ് കേട്ടോ വീണ്ടിരിക്കുന്നത്. ആദ്യം തണുത്ത വെള്ളമായിരുന്നു, ഇപ്പം ചൂടുവെള്ളമായി. അതുകൊണ്ട് എൻ്റെ മാച്ച ഞാൻ അവിടെ വെച്ചു. മാച്ചയിലൊക്കെ വെള്ളം ആയില്ല എൻ്റെ മാച്ചയിൽ. ഷേറ്റ്
ഇല്ല ഗൈസ്, എൻ്റെ മാച്ചയിൽ വെള്ളം വീണിട്ടില്ല. ബിക്കോസ് ഞാനൊരു ഈ ഒരു പനമരത്തിൻ്റെ അടിയിലാണ് എൻ്റെ മാച്ച വച്ചിരുന്നത്. സോ മഴയൊക്കെ നിന്നു. ഇനി അടുത്ത മഴയ്ക്ക് ഒരു ഹാഫ് ആൻ അവർ കൂടെ. ആൻഡ് ഞങ്ങൾ ഇങ്ങോട്ട് കുറച്ച് മാറി ഇങ്ങോട്ട് വന്നു വേറെ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാൻ. അപ്പോൾ ഇവിടെ 2 വുഡിൻ്റെ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ചെറിയ ബ്രിഡ്ജാണ് കേട്ടോ, വളരെ ചെറുതാണ്. ബട്ട് അതിനുശേഷം ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഓടിപ്പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇവിടെ അവരത് ക്ലോസ് ചെയ്തിരിക്കുവാണ്. ഇതിനകത്ത് കയറാൻ പാടില്ല. ഇത് എക്സാക്ട്ലി നമ്മുടെ പൂളിൻ്റെ സെൻറ്റർ ആയിട്ടൊരു ചെറിയ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബദാമിൻ്റെ ഒരു മരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ അപ്പുറം പൂളാണ്, ഇപ്പുറം ലൈക്ക് 360 ഡിഗ്രി ഇവിടെ പൂളാണ്. നമ്മൾ വന്നപ്പോൾ ഒരു കുട്ടിയും പിന്നെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അവരിത് ക്രോസ് ചെയ്ത് കയറിയതാണ്. ഇവിടെ അലോ അല്ല. ബിക്കോസ് ഇതിനകത്ത് പോയിട്ട് എങ്ങനെ വന്ന് വീണ് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. കാരണം ഇതിനിടയിൽ ഇങ്ങനെ കുറ്റിയൊക്കെ ഉണ്ടല്ലോ. അവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ നേരെ വന്ന് വീണ ഇവിടെയാണ്. സോ കണ്ടില്ലേ കുട്ടികളൊക്കെ. അപ്പം ഇങ്ങനെ ഇവിടെ കയറാൻ പറ്റിയില്ല. ബട്ട് ഈ ഒരു ബ്രിഡ്ജ് നല്ല ലുക്കുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമ്മളെ നാട്ടിൽ തൂക്കുപാലം എന്ന് പറയത്തില്ലേ, അതുപോലത്തെ ഒരു സാധനമാണ്. എന്തായാലും അവിടുന്ന് സെക്യൂരിറ്റിയൊക്കെ ഇങ്ങനെ നോക്കുവാണ് ഞാൻ എങ്ങനെ ചാടിപ്പണഞ്ഞ് കയറുമെന്നൊക്കെയാണ്. ഇല്ലാണ്ടോ, ഞാൻ കയറത്തില്ല, ഉറപ്പായിട്ടും കയറത്തില്ല. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ജസ്റ്റ് ഈ ഒരു മഴേൻ്റെ സംഭവം കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് മഴയൊക്കെ കൊണ്ടു അൽഹംദുലില്ലാ. 7 വർഷത്തിന് ഇടയ്ക്ക് ഒരു തവണ ഞാൻ മഴ കൊണ്ടിട്ടുണ്ട്. അത് ഇവിടെ നിന്നല്ല, അത് ദുബായിൽ നിന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളൊരു ഐലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു, ഐലൻഡിൽ നിന്നാണ് കൊണ്ടത്. അതിന് എക്സാക്ട് നമ്മൾ UAE വന്നിട്ടൊരു മഴ കൊള്ളുന്നത്, ഞാൻ കൊള്ളുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് എനിക്കുണ്ട്. പിന്നെ കുറച്ച് ഉണങ്ങിയൊക്കെ തുടങ്ങി. കാരണം അത്രയ്ക്കും വെയിലാണ്. ഇത്രയും വെയിലിൽ നിന്നാണ് ഞാൻ ആ മഴ നനയാൻ വേണ്ടി പോയത്. സോ ഇത്രയുള്ള വിശേഷം ഞാൻ വേറൊരു വ്ളോഗിലൂടെ ഉടനെ വരുന്നതായിരിക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഈ ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ ഞാൻ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് വൈകുന്നതുകൊണ്ട്, ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് റീസൺ ഒന്നും അറിയത്തില്ല. മേ ബി അങ്ങനെ ഫ്രീക്വന്റ്ലി എൻ്റെ വീഡിയോസ് ഒന്നും വരാത്തതുകൊണ്ടാണ്. ഇനി വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ അറിയിക്കണം, ഞാനത് ഇമ്പ്രൂവ് ചെയ്യാണ്ട് നോക്കാം. പിന്നെ കുറേ സർപ്രൈസസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഞാനത് ഇപ്പോഴേ പറഞ്ഞിട്ട് ആ സസ്പെൻസ് കളയുന്നില്ല. അപ്പം അതുകൊണ്ട് അത് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ചാല ബായ് പറയാണ്. അപ്പോൾ നമുക്ക് കാണാം. മസ്സലാമ.